കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. പഴവും ഡയറി മിൽക്കും കൊണ്ടിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 5 പൂവമ്പഴമാണ് എടുത്തിട്ടുള്ളത്. പൂവമ്പഴം ഇല്ലെങ്കിൽ ചെറുപഴം കൊണ്ടും നമുക്ക് ഈ ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിന് ശേഷം അതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നല്ല ടൈറ്റാക്കി അടച്ചതിന് ശേഷം 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് 4 മണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്ത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഡയറി മിൽക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാക്കറ്റ് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഷുഗർ ചേർക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ആണെങ്കിലും ചേർക്കാം. അതെല്ലാം ഓരോരുത്തരുടെ മധുരത്തിന് ഡിപ്പെൻഡ് ചെയ്ത് മാറ്റം വരുത്താം. അപ്പോൾ രാത്രി മുഴുവനും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്